ഗൈസ് വാട്സാപ്പ്. അപ്പം നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് എൻ്റെ പൊന്നോ ഇതാ എന്തുവാണ് ഇത് വണ്ടിയുടെ. അപ്പം നമ്മൾ ഇന്നൊരു ബസ് ഡ്രൈവർ ആയിരിക്കുകയാണ്. നമുക്ക് ഒരു ജോലി കിട്ടി ബസ് ഡ്രൈവറായിട്ട്. നമ്മളിപ്പോൾ ഒരു എയർപോർട്ടിൽ കുറേ പേർക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞു. അവരങ്ങ് ഇറക്കാം. ഓക്കെ, അവരങ്ങ് ഇറങ്ങിയിട്ടൊക്കെ ഉണ്ട്. ബാക്കി കുറേ പേര് കയറുന്നുണ്ട്. കയറി ഇനി അടുത്ത സ്റ്റോപ്പ് മറ്റേ ഒരു വലിയൊരു ബിൽഡിംഗ് ഉണ്ടല്ലേ, എന്തോ ഒരു ബിസിനസ്സിൻ്റെ സ്ഥലം പോലത്തെ ഒരു സാധനം. നമുക്ക് അങ്ങോട്ട് കത്തിച്ചു പോകാം. പിന്നെ അത്യാവശ്യം കത്തിച്ചു പോകും കേട്ടോ ഈ ബസ്. ഒരു പ്രത്യേകത ഉണ്ട് ഈ ബസ്. ഇതിൻ്റെ അളിയാ ചെന്ന് നേരെ എന്നാൽ മറ്റേ ആ പാർക്കില്ലേ, ആ പാർക്കിൽ ചെന്ന് ഒറ്റയായി. ഓക്കെ ബൈ. ഇപ്പോൾ ആൾക്കാരുണ്ട്, സൂക്ഷിച്ച്. അയ്യോ, ഞാനൊന്ന് പുറത്ത് വിട്ട് പോവുകയായിരുന്നു. ഇവിടെ ഉണ്ട്, അപ്പോൾ ഇവിടെ നിർത്തി വെക്കാം. അപ്പോൾ എല്ലാവരും ഇറങ്ങിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ളവരിപ്പോൾ കയറും. ഇറക്കുമ്പോഴേക്കാണ് കയറി. ഇനി നമുക്ക് പോയി കയറാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത സ്ഥലം എന്ന് വെച്ചാൽ ഇതെന്തുവാടാ, നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെ, റെയിൽവേ സ്റ്റേഷനല്ല സ്റ്റാൻഡ്. പക്ഷേ എൻ്റെ മോനെ, എൻ്റെ സീന് എന്താടാ ഇത്, എൻ്റെറിയുന്ന എൻ്റെ മോനെ. എനിക്ക് ഇവിടെ അങ്ങ് നിർത്തി കൊടുക്കാം. ട്രെയിൻ വന്ന് ഇടിച്ചിട്ടായാലും വേണ്ട, ശരി ബാക്കിലോട്ട് എടുക്കാം. ആൾക്കാരൊക്കെ ഇറങ്ങി ഓടുന്നേ. പിന്നെ കുറേ പേര് വരും കേട്ടോ. എയർപോർട്ടിലൊക്കെ കുറച്ച് പേര് കയറിയുള്ളൂ. പക്ഷെ ഇവിടെ അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ കയറിയിട്ടുണ്ട്. അടുത്ത നമ്മുടെ പെട്രോൾ പമ്പിലാണ് അടുത്ത സ്റ്റാൻഡ്. അപ്പം നമുക്ക് പെട്രോൾ പമ്പിലോട്ട് കത്തിച്ച് എൻ്റെ ഇതെന്തൂടാ ഇതെന്തു സുമ്പാ, ഇവിടെ വല്ല സ്റ്റാൻഡ്. എൻ്റെ അയ്യോ, നമുക്കൊന്ന് ഇവിടെ ഈ ബസ്സിന് പെട്രോളില്ല. പെട്രോളല്ലല്ലോ, ഇത് ഡീസലാണ്. ഇടിക്കരുത്. ഇച്ചിരി കൺട്രോൾ ചെയ്യാൻ ഇച്ചിരി പാടാണ്. ആള് ചരിച്ചിട്ടിട്ടുണ്ട്, പെട്രോൾ അടിക്കുന്നുണ്ട്. ഓക്കെ, പെട്രോളൊക്കെ അടിച്ചിട്ടുണ്ട്. എൻ്റെ മോനെ, നമുക്കപ്പോൾ അടുത്തേന്ന് തൊട്ടടുത്താണ്, വേറെ ഒന്നുമല്ല. ഇവിടെ അയ്യടാ അയ്യ ഇങ്ങോട്ടങ്ങ് വണ്ടി കയറ്റിയേക്കാം. കയറ്റി ഒന്ന് വളയ്ക്കണം. എന്തൊരു വണ്ടി കയറത്തില്ലേ? ബസ് വണ്ടി ഇവിടെ കുടുങ്ങി. ആൾക്കാരെല്ലാം ഇറങ്ങി, കുറേ പേര് കയറുകയും ചെയ്തു. വണ്ടി ഇല്ലെങ്കിൽ ഇപ്പം പെട്ടുപോയനെ. ഇനി അടുത്ത സ്റ്റോപ്പ് എന്ന് വെച്ചാൽ നമ്മളെ പഴയ അളിയാ, എൻ്റെ മോനെ, നമ്മളാ ബുഗാട്ടിക്കാരനെ ഒറ്റയിടി. സോറി ബുഗാട്ടിക്കാരൻ, ഇയാളിതെന്തുവാ, ആ ബുഗാട്ടിക്കാരൻ ഇങ്ങോട്ട് ചാടിത്തുള്ളി വരുന്നേ ഇടിക്കാൻ വേണ്ടി. ഇത് പ്രതികാരം വിട്ടു വന്നോ ഇതിൻ്റെ സൗണ്ട്. പിന്നെ അടുത്ത സ്റ്റോപ്പ് സോറി ഇങ്ങോട്ടങ്ങ് നിർത്തിയേക്കാം. ആൾക്കാർ ഇറങ്ങുന്നുണ്ട്, കയറുകയും ചെയ്തു. അപ്പോൾ അടുത്ത സ്റ്റോപ്പ് അവിടെ ഒരു കടലുണ്ടല്ലോ,
ആ കടലിലോട്ടാണ്. ഇനി 2 3 എത്രയൊക്കെ ഉണ്ട് സ്റ്റോപ്പുകൾ. ഇത് എവിടെ ആയിരുന്നു കടൽ ഇവിടുന്ന് വളയണം. ഇവിടുന്ന് നമുക്ക് നൈസായിട്ട് വളച്ച് പോവാം. ഒരു കോയിൻസൊക്കെക്കാരനുണ്ട്. ഇതെന്തുവാടാ 2 കോയിൻസൊക്കെക്കാരൻ. എൻ്റെ മോനെ പറത്തി അങ്ങോട്ട് വിടാം. ആരെങ്കിലും കൈ കാണിക്കുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ. നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ട്. ആളിയാ പിടിച്ചേനെ. നമുക്കിങ്ങോട്ട് പാർക്ക് ആൾക്കാർ ഇറങ്ങുന്നു. കുറേ പേര് കയറിയില്ലേ. എന്തുകൊണ്ട് ഇവിടെ സമ്മേളനമല്ലേ നടക്കുന്നു? അടുത്ത ലവിടെ ഷോറൂമാണ്. ലവിടാ അതാണ് ബസ് സ്റ്റാൻഡ്. അപ്പം അവിടെ നമ്മുടെ ബൈക്ക് ഇരിപ്പുണ്ടായിരുന്നു. അവിടെ എന്തോ ഒരു സുന ഉണ്ടല്ലേ. കാർ ഷോറൂമൊക്കെ പുതുതായിട്ടാ. എൻ്റെ മോനെ അത് കിടക്ക്. അവിടെ ഷോർട്ട് കട്ട് വല്ലതും ഉണ്ടോ? ഷോർട്ട് കട്ട് പിടിച്ചാലോ? ഇവിടുന്ന് എനിക്കൊന്ന് കുറേ ദൂരം ഉണ്ടെന്ന്. ഒരു വഴിയേ ഉള്ളൂ. നമുക്ക് വഴി തെറ്റിയോ ഇല്ല. നമുക്ക് നേരെ നമ്മുടെ അങ്ങോട്ടങ്ങ് പോകാൻ. വെറുതെ ഇങ്ങോട്ട് വന്ന് കളിയാതീന്. നമ്മൾ പിന്നെ ഇവിടെ അധികമൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ബസ് ഓട്ടിച്ചിട്ടുണ്ട്. പക്ഷേ അത് സ്പീഡില്ല ഈ സുനയ്ക്ക്. ഇതേത് ബസ്സെന്ന് പോലും അറിയത്തില്ല. എൻ്റെ ഫ്രണ്ടിലത്തെ പേര് സിറ്റി ബസ് RGS ആണ് ഇതിൻ്റെ പേര്. വളച്ചോ നാളൊക്കെ കളിയാക്കുന്ന നമ്മളെ. എന്തുവാടാ നമുക്ക് വഴിയൊന്നും അറിയത്തില്ല. എൻ്റെ ബൈക്ക് നമ്മുടെ അവിടെ ഇരിപ്പുണ്ടേ. അല്ല KTMൻ്റെ ഒരു സ്റ്റണ്ട് ബൈക്ക് ഇതേ നമ്മുടെ അവിടെ ഇരിപ്പുണ്ട്. പോലീസ് സ്റ്റേഷൻ എന്താണ്? പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങണ. ശരി, ഇറങ്ങിക്കോ. ചിലർ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. 2 പേര് കയറിയിട്ടുമുണ്ട്. ഇപ്പോൾ 35 പേരെങ്ങാണ്ടുണ്ടല്ലോ. സീൻ. സ്കൂളാ എന്തുവാടാ ഇങ്ങനെ. സ്കൂളാണോ? സ്കൂളിൽ ഇറങ്ങാൻ കുറച്ച് പേർക്ക് ഇങ്ങോട്ട് ഇറങ്ങാനുണ്ട്. വെയിറ്റ് ചെയ്യണമെന്നാ. പൊടി ചേർക്കാം. ഇല്ല, അവർ ഓടിത്തെറിച്ച് വരുന്നുണ്ട്. അപ്പോൾ അവർ കുറേ പേരുണ്ടല്ലോടാ. അവർ കയറട്ട്. അവർ കയറിയിട്ടുണ്ട്. നമുക്ക് വിടാം. അങ്ങോട്ടങ്ങ് വിടാം. അടുത്തൊരു കാർ ഷോറൂം എന്നാണ് പറയുന്നത്. കാർ ഷോറൂം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവിടെ ദൂരല്ല. ലെംബോർഗിനി അല്ലേ ഇത്? ഞാൻ ലെംബോർഗിനിയെ നോക്കിയിട്ട് ഇത് ഇവിടാ. ബാബ മോട്ടോഴ്സാ. എൻ്റെ മോനെ സീനി. ഇവിടെ വണ്ടിയൊക്കെ ഉണ്ടല്ലേ. അപ്പം അടുത്തത് നമ്മുടെ സ്റ്റണ്ട് ചെയ്യുന്നെടുത്താ. നമുക്ക് പറത്തി അങ്ങോട്ട് വിടാം. സ്റ്റണ്ട് ചെയ്യുന്നിടത്താണെന്നാണേ പറഞ്ഞത്. നമുക്ക് നേരെ കത്തിച്ചു വിട്ടു. സ്റ്റണ്ട് ചെയ്യുന്ന സ്ഥലത്ത് അധികം ദൂരമൊന്നുമില്ലല്ലോ. അവിടാണ്. ഇവിടൊക്കെയാണ് ആ സ്റ്റണ്ട് ചെയ്യുന്ന സ്ഥലം. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിർത്താം. പക്ഷെ വേണ്ട. ഇവർ വണ്ടി ഇരിക്കുന്നവർ ഇനി ചിലപ്പോൾ സ്റ്റണ്ട് ചെയ്യും. ഇവിടെ വല്ല ചലഞ്ച് നടപ്പുണ്ടോ? ചലഞ്ച് നടപ്പുണ്ടെങ്കിൽ അയ്യോ ഇടിച്ചേ. എൻ്റെ മോനെ ചെന്നൊരു. ഇതെന്തുവാടാ? താജ്മഹലാ. ചുമ്മാ അല്ല. സീൻ. എവിടെ? ഇതിനകത്തിരിക്കുന്ന ആള് പറയുന്നത് അങ്ങോട്ടെങ്ങാണ്ട് വളയ്ക്കാൻ. അവിടെ എന്തോ ഒരു പരിപാടി ഉണ്ട്. അങ്ങോട്ടാണ് മച്ചാൻ പോവാൻ പറയുന്നത്. ശരി. ഇതെന്തുവാടാ?
എടാ വളയുന്ന കണ്ടെയ്നറേ. എടാ ഇതെന്തോ ഹോസ്പിറ്റലോ? എൻ്റെ മോനെ കിടക്ക്. എൻ്റെ ളിയാസി ഇതൊക്കെ എപ്പോൾ വന്ന്? അപ്പോൾ അവിടെ ഇറങ്ങേണ്ട ആൾക്കാരൊക്കെ ഇറങ്ങി, കുറേ പേര് കയറുകയും ചെയ്തു. നമുക്ക് എന്തായാലും അടുത്ത സ്റ്റോപ്പ് നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റാണ്. അവിടെ ചിലർക്ക് ജോലി ചെയ്യാൻ വല്ലതും കാണുമായിരിക്കും. കൺസ്ട്രക്ഷൻ സൈറ്റ് അധികം ദൂരമില്ല. ഇവർക്കൊക്കെ നടന്നു വയ്ക്കൂടെ? ചുമ്മാ നമ്മളെ മെനക്കെടുത്തുന്ന എന്തിനാടേ? ഇവിടെ എന്തോ ബിൽഡിംഗ് ഉണ്ടല്ലോടാ. ഇനി ഞാൻ റോഡിൽ കൂടെ അല്ല പിന്നെ പോകുന്നു. എന്ത് സുന? ഇവിടെ വണ്ടി ഇച്ചിരി പെതുക്കെയൊക്കെയാണ് പോകുന്നത്. കാര്യമൊക്കെ കണ്ട നമുക്ക്. അയ്യോ പേടിച്ചേനെ. ബാക്കിൽ നോക്കി വന്നപ്പോൾ വല്ല കാറും എല്ലാം ഉണ്ടോ ഇവിടെ? എനിക്ക് തോന്നുന്നു പുതിയ എന്ത് ബാബ മോട്ടോഴ്സ് വന്നപ്പോൾ ഈ ഷോറൂം ആർക്കും വേണ്ടെന്ന്. അപ്പോൾ ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. ഇറങ്ങി ഇവിടെ കുറേ പേര് കയറി. എൻ്റെ മോനെ ഇവിടെ ഒരു കാറ് പോലും ഇല്ല. കൊള്ളാം. അങ്ങോട്ട് അവിടെ ഒരു കടലുണ്ടല്ലോ. അവിടാണ് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് എവിടൊക്കെയാ? ഇവർക്കൊക്കെ കടലാണ് ഇത്രയ്ക്ക് പ്രിയം. ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങടോ. ഇറങ്ങി. നമ്മളിച്ചിരി പ്രോ ഡ്രൈവറൊക്കെ ആണല്ലോ. നമുക്ക് നൈസായിട്ടൊരു പരിപാടി ചെയ്യാം. വേറൊന്നുമില്ല, പാലത്തിൻ്റെ മുകളിൽ കൂടി ഓട്ടിച്ച് നോക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. അതും ബസ് വെച്ച് എൻ്റെ ഇതിറക്കുമ്പോൾ ഇച്ചിരി വിഷയാവുമേ. ഇതിൻ്റെ പണി ഇതുവരെ തീർന്നിട്ടില്ല ഇല്ലെന്ന് തോന്നുന്നു. പക്ഷെ ഞാനും ഓട്ടിക്കും. പതിയെ ഇറക്കാം. ഇപ്പോഴാണ് ഒരാൾ കിടന്ന് പറയുന്നത്. അവിടെ എവിടെങ്ങാണ്ട് ഏതോ ഒരു വീട്ടിൽ. എവിടാ ഇവന്മാരൊക്കെ? ഞാൻ ഇതുവരെ റോഡിലൊന്നും പോയിട്ടില്ലടേ. റോഡിൽ കൂടെ അല്ല ഞാൻ ഇത്രയും വട്ടവും പോയിട്ടുള്ളത്. ഇവിടെ ആർക്കും കണ്ട് ഇറങ്ങണമെന്ന്. ഇവിടെ നിർത്ത്. ആരാടാ നിർത്തുന്ന് പറയാം. ഇത് ഏതൊക്കെയോ എല്ലാം സ്ഥലങ്ങളാണ്. കൊള്ളാം, നമുക്ക് നിർത്തി അങ്ങ് കൊടുക്കാം. അപ്പോൾ എൻ്റെ അളിയത് എന്തുവാണ് ഇത്? സമ്മേളനം വല്ലതും ഇവിടെ ഉണ്ടായിരുന്നു. എത്ര പേരെ ഇവിടെ കയറിയപ്പോൾ? ബസ് നിറഞ്ഞ്, ബസ്സിന് വെയിറ്റ് കൂടി. ഈ ട്രിപ്പും കൂടെ ഉള്ളൂ. ഇനി നേരെ പോലീസ് സ്റ്റേഷൻ. ഒന്നും സംഭവിച്ചില്ല. ജസ്റ്റ് ഒരു ഓടിക്കാരനുമായിട്ടൊരു ചെറിയൊരു ആക്സിഡൻറ്റ്. ചത്ത എന്തോ. ചത്തില്ല. അതിനും വേണ്ടി ഹോൺ അടിച്ചേ. അയ്യോ, ഇയാളൊക്കെ ഇത് എന്ത് ഡ്രൈവറാടാ ഇവന്മാരൊക്കെ? ഇൻഡിക്കേറ്റർ ഇട്ടൂടെ? പറയാതെ വളയ്ക്കുക. ആൾക്കാരൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്. നമുക്ക് വിഷയമല്ല. ഇതാണ് നമ്മുടെ ഡ്രൈവിങ്. വേണമെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ മതി. അപ്പോൾ നമുക്ക് നേരെ അടുത്ത സ്ഥലം നമ്മുടെ പോലീസ് സ്റ്റേഷനാണ്. അപ്പോൾ കയറിയപ്പോഴങ്ങാണ്ട് പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങണമെന്നും പറഞ്ഞ് കുറേ പേര് കയറിയായിരുന്നു. അപ്പം അവർക്ക് ഇനി ഇറക്കണമല്ലോ. ഇറക്കിയിട്ട് നമുക്ക് നമ്മുടെ ബൈക്ക് എടുത്തുകൊണ്ട് പോകണം.
നമ്മുടെ പോലീസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അയ്യോ, ഞാനങ്ങ് കയറ്റിയാണ്. ഞാൻ എന്ന് പോകുന്ന പോലെ അങ്ങ് വളച്ചു. അപ്പോൾ കുറേ പേര് എവിടെ ഇറങ്ങിയോ കുറേ പേര്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. നമുക്ക് നൈസായിട്ട് വണ്ടി അങ്ങോട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആരും വന്നില്ലേ? ചിലപ്പോൾ ആരും വന്ന് കാണത്തില്ല. നമ്മളിച്ചിരി ഫാസ്റ്റായിട്ടൊക്കെ വന്നത്. ചിലയിടത്ത് കയറാനും മറന്നുപോയി. വളച്ചോയി. നമ്മുടെ ബൈക്കാരും എടുത്തോണ്ട് പോയില്ല ആദ്യം. എടാ ഇവന്മാരൊക്കെ എന്തുകൂടാ ആണ്ട് വന്ന് കയറി അങ്ങ് ഇടിക്കുവാ. യോ ഇവിടെ ബൈക്കിനെ ഇപ്പോൾ ഞാൻ ചെന്ന് ഇടിച്ചിട്ട്. എടാ ഒരുത്തനും വന്നില്ല കേട്ടാ. നമ്മുടെ പുതിയ ബൈക്കാണ് ഈ ഇരിക്കുന്നത്. നേരെ വീട്ടിൽ പോവാം. സ്റ്റണ്ട് ബൈക്കാണ് KTMൻ്റെ ഒരു കുട്ടിലൈറ്റം. ഇത് ഞാൻ ഇനി സ്റ്റണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിനി ഇതിലായിരിക്കും ചെയ്യുന്നത്. എൻ്റെ മോനെ പിന്നെ അത്യാവശ്യം ഭയങ്കര സ്പീഡെന്ന് വെച്ചാൽ ഭയങ്കര സ്പീഡ്. നമ്മുടെ വീട് ഇതാണ്. നമ്മുടെ വീടൊക്കെ ഇച്ചിരി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അയ്യോടാ, ഇവിടെ വണ്ടി ഇടുന്ന സ്ഥലം ഇവിടെ ഇല്ലല്ലോ. വണ്ടി ഇട്ടിട്ട് നമുക്കങ്ങ് കയറിക്കിടന്ന് ഉറങ്ങാം. വൈകിട്ട് ഇപ്പോൾ ഒരു 4 മണിയായതേ ഉള്ളൂ. ഇതാണ് പിന്നെ നമ്മുടെ ബൈക്കിൻ്റെ ഷെഡ്. ഇനി തൊട്ട് പുതിയ പരിപാടിയാണ്. ഇച്ചിരി പണിയാണെങ്കിലും ഇച്ചിരി പണിയാണെങ്കിലും ഞാൻ പണിഞ്ഞ പുതിയൊരു സെറ്റപ്പാണ്. ഇതൊക്കെയല്ലേ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അയ്യോ എൻ്റെ മോനെ, ഇപ്പം തെറിച്ച് എവിടെയെങ്കിലും പോയി കിടന്നേനെ. കണ്ട ഇവിടെ കിട്ടിയേ എൻ്റെ മോനെ. പണിപാളി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ ചീരയാണ്. ഇങ്ങനെയൊക്കെ പാർക്ക് ചെയ്യാൻ നിന്നാൽ എൻ്റെ സമയം പോകുന്നതല്ലാതെ. പിന്നെ നമ്മുടെ ഒരു ബൈക്ക് ആരാണ്ട് അടിച്ചുകൊണ്ട് പോയി. ആരാന്ന് ഇതുവരെ ഒരു പിടിയുമില്ല. ഇവിടെ നമ്മുടെ വണ്ടി ചരിഞ്ഞു കൊണ്ടാ. ഗ്ലാസ്സങ്ങൾ വീണപ്പോഴേ ഞാനങ്ങ് മൂത്ത് വെച്ചു. എന്ത് പറയാനാ, ഇത്രയും ശുശ്രൂഷ. കിടുക്ക് വണ്ടി ആയതുകൊണ്ട് ആഗ്രഹിച്ച് മേടിച്ചൊരു വണ്ടിയാണ്. ഓക്കെ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് തീരുവാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ പോയി ശരിയാവാം. ഗൈസ് ഇന്നത്തെ വീഡിയോ ഓക്കെ, ബായ്.